ഹായ് നമസ്കാരം. വാട്ടർഫാൾ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മോതമീൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഒരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫിഷ് മോളി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ മീൻ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് അതിനായിട്ട് മുളകും ഒക്കെ ഒന്ന് പുരട്ടി റെഡിയാക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടിയും കൊടുക്കും, ശകലം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാൻ നമുക്ക് വെളിച്ചെണ്ണയിലേ ഉണ്ടാക്കാവുള്ളൂ, എന്നാലും നമുക്ക് ഫിഷ് മോളിക്ക് രുചി കിട്ടത്തുള്ളൂ. നമുക്കൊരു 2 മിനിറ്റോളം നമ്മൾ ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറിച്ചില്ല. നമ്മൾ ഗ്രേവിക്കകത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഫ്രൈ ആവേണ്ട കാര്യമില്ല, ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി. മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിന് അതിന് ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ തക്കാളിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഫ്രൈ ആയ തക്കാളിക്ക് നമുക്ക് നമ്മുടെ ഫിഷ് മോളി കറി റെഡിയാക്കി തുടങ്ങാം. നമ്മൾ അട്ടി മസാല, ഗ്രാമ്പു, കറുവപ്പട്ട, അക്കോലം, ഏലക്ക, കുറച്ച് കുരുമുളക്, ഇത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി. ഈ ഫിഷ് മോളിയുടെ എരിവ് എന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെ എരിവാണ്. അവരുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവോള നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വട്ടത്തിൽ അരിഞ്ഞ് സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ ഭയങ്കരമായിട്ട് വഴന്ന് കിട്ടുമെന്ന് വേണ്ട, ഒരു മീഡിയം പരുവത്തിൽ വഴന്ന് കിട്ടിയാൽ മതി. നമുക്ക് നമ്മൾ അരിഞ്ഞെടുക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കും. ടോസ്റ്റ് ചെയ്യാം. സവോളയൊക്കെ ഒരു മീഡിയം പരുവത്തിൽ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് എരിവിനായിട്ട് ചെറിയ ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു മുറി തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 2ാം പാൽ ഒഴിച്ചതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഗ്രേവിയിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മീനൊക്കെ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തീരെ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിന് 1ാം പാൽ നമുക്കിതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിരിക്കുന്നത് തക്കാളിക്ക. നമുക്കിതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ കുടംപുളി, ഒരു ചെറിയ കുടംപുളി ഇട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് കുടംപുളി ഇട്ടിട്ടില്ല. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ശകലം ലാസ്റ്റ് ഒരു ശകലം വിനാഗിരി കൂടി ഒഴിച്ചാണ് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഇതിനുള്ള ചെറിയൊരു പുളി നമുക്ക് കിട്ടിക്കോളും. പുളി ഇടാൻ താല്പര്യമുള്ളവർക്ക് പുളി ഇടാം. നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ശകലം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്ത് ഈ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമുക്ക് നമ്മുടെ ഫിഷ് മോളിക്ക് ഒന്ന് കഴിച്ച് നോക്കാം. ഗ്രേവിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മീനൊന്ന് കഴിച്ച് നോക്കാം. അതുപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ മീനിലെ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വിനാഗിരിയുടെ ആ ഒരു പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.